കൂടുതലായിട്ടും ഫസ്റ്റ് തൊട്ടേ ഇരുന്ന് പഠിക്കാതെ എക്സാമിൻ്റെ ടൈമിൽ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പാണ്. അപ്പം ഞാൻ എക്സാമിന് തലേന്നൊക്കെ ഇരുന്ന് പഠിക്കാൻ നേരത്ത് മാമിനെ വിളിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മാമ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഡിഗ്രി തന്നെ എന്തിനെടുത്തെന്ന് അറിയാൻ വയ്യാതിരുന്ന ടൈമിലാണ് ഈ കോഴ്സിനെ പറ്റി, ഞാൻ 5th സെമ്മിലാണ് ഈ കോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കണോ അതോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് 6th സെം എക്സാമിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ അവോദിൽ പോയി അഡ്മിഷൻ എടുത്തു. ആ മന്ത് തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അതിന് ശേഷം 4 മന്ത്സായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം ഇറങ്ങി. വളരെ നല്ല ക്ലാസ്. ഞങ്ങൾ കഴക്കൂട്ടത്തായിരുന്നു ഞങ്ങളുടെ ബ്രാഞ്ച്. നല്ല ക്ലാസ് ആയിരുന്നു. അവിടുത്തെ ട്യൂട്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ മിഡ് ടേം എക്സാമിനാണെങ്കിലും ഫൈനൽ എക്സാമിനാണെങ്കിലും ഒക്കെ മാം നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പ്ലേസ്മെൻറ്റ് സെല്ലിൽ കോൺടാക്ട് ചെയ്തായിരുന്നു. ആ സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ സാർ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ പറയുമായിരുന്നു. അങ്ങനെ സാർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇതെനിക്ക് എറണാകുളത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഇൻ്റർവ്യൂ, ഞാൻ വൈകിട്ട് അറിയുന്നത്. ഞാൻ അങ്ങനെ പോയി. ഇൻ്റർവ്യൂ കുറച്ച് ടഫായിരുന്നു, കാരണം അത് ഇത്തിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പം മാത്രമല്ല 3 റൗണ്ടായിട്ടായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂ വന്നിരുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മളൊരാളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതൊക്കെയായിരുന്നു അവിടെ മെയിനായിട്ട് നോക്കിയിരുന്നത്. അങ്ങനെ 3 റൗണ്ടായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അവിടെ തന്നെ കിട്ടി.